ഹായ് ഗൈസ്, ഇന്ന് ജൂലൈ 14, അതായത് നമ്മൾ ACCA ജൂണിൽ എഴുതിയ എല്ലാ എക്സാമിൻ്റെയും റിസൾട്ട് എന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ലേ? ഒരു പക്ഷേ വിചാരിച്ചതിലും കൂടുതൽ മാർക്ക് കിട്ടിയവരുണ്ടാവും, കുറഞ്ഞ മാർക്ക് കിട്ടിയവരുണ്ടാവും. അപ്പോൾ എൻ്റെയും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് വൈകിട്ടോ നാളെയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ചാനലിലെ ലിങ്കൊക്കെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഹാപ്പി ആവുക, ഇന്നത്തെ ദിവസം മാക്സിമം എൻജോയ് ചെയ്യുക. ഇനിയിപ്പോൾ മാർക്ക് കുറവാണ് കിട്ടിയെന്നുണ്ടെങ്കിലും ഫെയിലായില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ അതാലോചിച്ച് അങ്ങനെ സന്തോഷിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാം ഫെയിലായിപ്പോയി, മാക്സിമം ട്രൈ ചെയ്തിട്ടും നിങ്ങൾ എക്സാം ഫെയിലായിപ്പോയി എന്നാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കാൻ ആരും കൊണ്ടും പറ്റില്ല. കാരണം നമ്മൾ ഇത്രയും ട്രൈ ചെയ്ത് 3 മാസത്തോളം ഇരുന്ന് പഠിച്ച് ഇത്രയും ക്യാഷ് മുടക്കി ഒരു എക്സാം എഴുതിയിട്ട് അത് തോക്കുകയാണെങ്കിൽ എന്തായാലും സങ്കടം ഉണ്ടാവുമല്ലോ. പക്ഷേ നിങ്ങളിതിൽ നിർത്തരുത്. കാരണം കുറേ പേര് എനിക്കറിയാം ഇങ്ങനെ എക്സാം ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിന് പോകാൻ മടിയായിട്ടും അതേപോലെ തന്നെ ഞാൻ ക്വിറ്റ് ചെയ്യാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിപ്പോണ കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. നിങ്ങൾ ചെറിയ മാർജിനിലൊക്കെയാണ് ഫെയിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോളേജ് കാരണമല്ല നിങ്ങൾ ഫെയിലായത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു എക്സാം ടെക്നിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഫെയിലായത്. നമ്മളിങ്ങനെ നല്ല ഫുൾ ഫോമിൽ പോകുമ്പോൾ ദൈവം ഇടയ്ക്കൊരു പോസ് ഇട്ട് തരും. അത് ഈ ഫെയിലിയറിൻ്റെ രൂപത്തിലാണ് വരിക. അതിന് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു എലമെൻ്റാണ്. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ ഫെയിലിയേഴ്സിനെ ഫേസ് ചെയ്യുക എന്നുകൂടി പഠിക്കണം. എനിക്ക് പറയാനുള്ളത് ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആൻഡ് മൂവ് ഓൺ. അല്ലാതെ അതും പറഞ്ഞുകൊണ്ട് കുറേ കാലം കിടന്ന് കരഞ്ഞ് കൈയും കാലിട്ട് അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മുടെ ആരും മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്, നമ്മളും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമല്ലേ. നല്ല മാർക്ക് കിട്ടിയവരൊക്കെ അടിച്ചു പൊളിക്കുക, അല്ലാത്തവർ പറ്റുന്ന പോലെയൊക്കെ പൊളിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.